ഈ ആറ്റോമിക് സ്ട്രക്ചർ കണ്ടിട്ട്, ഇതിന്റെ സിമിലാരിറ്റി കണ്ടിട്ട് ഹൈഡ്രജൻ ആറ്റം പരിണമിച്ചാണ് ഹീലിയം ഉണ്ടായിരുന്നത്, ഹീലിയം പരിണമിച്ചിട്ട് ഇതേ ഉണ്ടായിരുന്നു, അങ്ങനെ ഹൈഡ്രജൻ പരിണമിച്ചാണ് മറ്റെല്ലാ എലമെന്റ്സും ഉണ്ടായതെന്ന് പറയുന്ന പോലെ ഒരു മഹാവിഡിതാണിത്. ഇനി അത് മാത്രമല്ല, ഇപ്പം നമ്മൾ സോളാർ സിസ്റ്റത്തെ എടുക്കുക. ഇപ്പം ഒരു ആറ്റത്തില് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതെ. ഇല്ലേ? അതുമാതിരിയാണ് ഈ സോളാർ സിസ്റ്റം. സൂര്യൻ കേന്ദ്രമാക്കിയിട്ട് ആകാശഗോളങ്ങളെല്ലാം സൂര്യന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമാതിരി ഇപ്പം ഇതുമാതിരത്തിലുള്ള നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് ഗാലക്സി. അപ്പോൾ ഗാലക്സിയുടെ കേന്ദ്രമാക്കി എല്ലാ നക്ഷത്രകൂട്ടങ്ങളും ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആറ്റോമിക് സ്ട്രക്ചർ കണ്ടിട്ട് അതിനോട് സിമിലാരിറ്റി സോളാർ സിസ്റ്റത്തിനുള്ളത് കൊണ്ട് ആറ്റം പരിണമിച്ചാണ് സോളാർ സിസ്റ്റം ഉണ്ടായതെന്നും, സോളാർ സിസ്റ്റം പരിണമിച്ചാണ് ഗാലക്സി ഉണ്ടായതെന്നും, അത് പരിണമിച്ചാണ് യൂണിവേഴ്സ് ഉണ്ടായെന്ന് പോലെ പറയുന്ന പോലെ ഒരു മഹാവിഡ്ഢിത്തമാണ് ഏകകോശ ജീവി പരിണമിച്ച് മനുഷ്യനുണ്ടായതെന്ന് പറയുന്നത്.